Hi, hello, welcome to a new episode of Ridiculous Travelers. നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കാറ് അതിൻ്റെ ഡെലിവറി ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ നല്ല രീതിയിലുള്ളൊരു റീച്ച് കിട്ടി, നല്ല രീതിയിലൊരു എന്താ പറയുക വ്യൂസും ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇൻഫാക്ട് 14K വ്യൂസ് ഉണ്ടായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ. അപ്പോൾ അതിനൊരു വലിയ താങ്ക് യു ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആ വീഡിയോയിൽ പല ആൾക്കാരും നമ്മൾ ചെയ്ത എഡിഷൻസ് സാധനത്തിൻ്റെ ഒക്കെ പ്രൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കുറച്ച് ആൾക്കാർ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ചാനലിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഡയറക്റ്റ് വാട്സപ്പിൽ അയക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രൈസായിട്ട് പറയാത്തത് ആ വീഡിയോയിൽ പറഞ്ഞത് കാരണം പല സമയത്തും പ്രൈസ് ഡിഫറൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന്. രണ്ട്, ഓരോ ഷോപ്പിലും മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം, എന്നാലും ഒരു ആവറേജ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാൻ പറ്റും. ബട്ട് ഞാൻ അധികം മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഞാനൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഒരു യൂട്ടിലിറ്റി പർപ്പസ് എന്നുള്ള രീതിയിലൊരു 2-3 കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തു. വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഥാർ നമ്മൾ എടുത്ത സമയത്ത് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എപ്പോഴും കുളിപ്പിച്ച് കുട്ടപ്പനാക്കി കൊണ്ട് നടക്കേണ്ടി വരുന്നുള്ളൂ. സംഭവം വാസ്തവമാണ്, ഉള്ളതാണ്. ഈ പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയൊരു റൈഡ് പോയിട്ട് വരുമ്പോൾ തന്നെ റോഡിലുള്ള ചെളിയും പൊടിയും ഒക്കെ അതിനകത്തേക്ക് കയറുന്നുണ്ട്. എല്ലാ വണ്ടിക്കും ഈ സെയിം സംഭവം ഉണ്ടാവും, പക്ഷെ നമ്മുടെ വൈറ്റ് ആയതുകൊണ്ട് എടുത്ത് കാണുന്നുണ്ട്, നല്ല രീതിയിൽ എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ വണ്ടി ഇന്നിപ്പോൾ സർവീസ് ചെയ്യാൻ, വാട്ടർ സർവീസ് ചെയ്യാനായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ അതും എന്നാൽ പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ വീഡിയോ എടുക്കാൻ വെച്ചു, അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ പറഞ്ഞ പോലെ വണ്ടിയെ കുളിപ്പിക്കൽ പരിപാടികളും പിന്നെ ബാക്കിയുള്ള നമ്മുടെ എഡിഷൻസും പറഞ്ഞുതരാം. ഓക്കെ, നമ്മളിപ്പോൾ ട്രിവാൻഡ്രം ടെക്നോപാർക്കെല്ലാം കഴിഞ്ഞിട്ട് നേരെ ലുലു പോകുന്നതിൻ്റെ മുമ്പ് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട്, ഉള്ളൂർ-ആക്കുളം റോഡ്. ആ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ ഓട്ടോ ടബ് എന്ന് പറഞ്ഞിട്ട് കാർ വാഷ് ഏരിയയാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ വെള്ള വണ്ടിയിൽ നല്ല രീതിയിൽ പൊടി കാണാൻ പറ്റുന്നുണ്ട്. പൊടിയും ചെളിയൊക്കെ ഈ ഒരു കോലമായത് നമ്മൾ വൈക്കത്തുനിന്ന് ട്രിവാൻഡ്രം മഞ്ഞ വഴിക്കാണ് കേട്ടോ. ഈ സൈഡിലും അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ലും ലൈറ്റിൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റ് പൊടിയായിരുന്നു. അത് എടുത്ത് കാണാനും പറ്റുന്നുണ്ട്. അതുപോലെ ഈ ഒരു സ്ഥലം കണ്ടോ, നമ്മൾ കാർ വാഷ് ചെയ്യുന്ന സമയം കൊണ്ട് അത്യാവശ്യം നമുക്ക് എന്താ പറയുക ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണിത്. ഗോ കാർട്ടിങ്ങിൻ്റെ ഒരു സ്പോട്ട്. ഇത് സാറ്റർഡേ സൺഡേ നല്ല തിരക്കുണ്ട്. ഇന്നിപ്പം ഇവിടെ ആളുകൾ വന്നു തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു 350 rupees എന്ന് തോന്നുന്നു പെർ ഹെഡ്, ഒരു 8 laps ഒക്കെ വരെ. അത് ഇതിൻ്റെ 14 laps അങ്ങനെ എന്തൊരു കണക്കുണ്ട്. അവിടെ ഒരു ചാർട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സംഭവം കൊള്ളാം കേട്ടോ. അങ്ങനെ നമ്മുടെ വണ്ടി കുറേ നേരം കഴിഞ്ഞിട്ട് നേരെ വാഷിനെ കയറ്റി. വണ്ടി മൊത്തത്തിൽ എന്താ പറയുക അടിമുടി ക്ലീൻ ചെയ്യേണ്ടി പോകുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ റിവ്യൂ ഒന്നും പറയുന്നില്ല ക്ലീനിങ്ങിനെ പറ്റി. സംഭവം ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലീനിങ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈസിങ്ങിലേക്ക് കിടക്കാം. 2 രീതിയിലാണ്. ഒന്ന് എസ്തെറ്റിക് പർപ്പസിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടും രണ്ടാമത്തത് യൂട്ടിലിറ്റി പർപ്പസ്. അങ്ങനെ ഈ ഒരു ലോങ് ലെങ്ത് കാരിയർ നമ്മൾ ബിംറ 4x4 മേടിച്ചത്. ബിംറയുടെ ഒരു ക്വാളിറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ഇതിൻ്റെ പ്രൈസ് വന്നത് 25,000 ആണ് വന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാബ് ഹാൻഡിലാണ്. ഓക്കെ, ഗ്രാബ് ഹാൻഡിൽ ടഫ് സ്കെൽ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡായിരുന്നു. പ്രൂമാൻ്റൊക്കെ ഒരു വേറൊരു വേർഷൻ പോലെ, ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെ. ഇത് ഏകദേശം 2 എണ്ണം ലെഫ്റ്റും റൈറ്റും പീസ് ഉണ്ട്. എനിക്ക് 4500 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആൻഡ് ദെൻ നമുക്കുള്ള ആംറസ്റ്റ് ഫ്രണ്ടിലൊരു പീസും
ആൻഡ് ബാക്കിലത്തെ 2 പീസും. സോ ഇത് ഒരു 15,000 ആയിട്ടുണ്ട്. നോർമൽ ആംബ്രസ്റ്റ് ആണ്, ഇതിനകത്ത് വേറെ ഫാൻസി എന്താ പറയുക കുഷൻ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ ഒരു ആംബ്രസ്റ്റ്. ഓക്കെ, അത് ഉണ്ടായിരുന്നു 3ാമത്തെ അഡീഷനായിട്ട്. പിന്നെ നമ്മൾ ഈ വണ്ടിയിൽ വെച്ചത് ഹെഡ് ലാമ്പാണ്. ഹെഡ് ലാമ്പ് ആക്ച്വലി ഞാൻ വേറെ ഹെഡ് ലാമ്പ് വെച്ചില്ല, നേരെ ബൾബാണ് മാറ്റിയത്. അത് LED ബൾബ് നമ്മൾ ഷോറൂമിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. 9,000 rupees അതിനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു ഫോഗ് ലാമ്പാണ്. ഫോഗ് ലാമ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ബ്രാൻഡിൻ്റെ പേര് മറന്നുപോയി. ബട്ട് ഇത് 16,000 rupees ആയിട്ടുണ്ടായിരുന്നു അതിന്. പിന്നെ ഈ കാണുന്ന മൊത്തം അഡീഷൻസ് ഒരു എസ്തെറ്റിക് പർപ്പസിന് മാത്രം വെച്ചാണ്. അതിനകത്ത് സൈഡ് ആൻഡ് ബാക്ക് ഷോൾഡർ അപ്ലിങ്, അതുപോലെ ഈ ഒരു ബീഡിങ്ങും പിന്നെ ഈ ഒരു ക്ലാഡിങ് ഉണ്ട്. അത് ഫുൾ സെറ്റ് വരുന്നുണ്ട് 4 സൈഡിലും. ആൻഡ് അതിനുശേഷം നമുക്ക് ഈ ടെയിൽ ലാമ്പിൽ ഒരു എന്താ പറയുക ഒരു കവറിങ് സംഭവമുണ്ട്. ആൻഡ് ദെൻ നമുക്ക് വരുന്നത് താഴത്തായിട്ട് റിവേഴ്സ് ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഷോറൂം തന്നെയാണ് നമ്മൾ വെച്ചത്. ഓക്കെ, പുറത്തുനിന്ന് ആഫ്റ്റർ മാർക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടായില്ല, എല്ലാം ഷോറൂം തന്നെ നമ്മൾ വെച്ചു. ഈ ബാക്ക് സൈഡിങ് ഷോൾഡർ അപ്ലിങ് നേരത്തെ പറഞ്ഞ അതേ സെയിം കിറ്റിനകത്ത് വരുന്നതാണ്. പിന്നെ ലാസ്റ്റ് ഈ ഒരു റെയിൻ ഗാർഡും പിന്നെ മഡ് ഫ്ലാപ്പും, ഇത്രയും സാധനങ്ങൾ പ്ലസ് നമ്മുടെ മിററിന് ഒരു താറിൻ്റെ എംബ്ലത്തിന് അവിടെ ഒരു അപ്ലിങ് വരും. ആ ഒരു ഇതന്നെ ഈ ഒരു സംഭവം കൂടെ. അപ്പോൾ ഇത്രയും കൂടെ മൊത്തത്തിൽ എനിക്ക് ഷോറൂമിൽ നിന്നായത് 46,000 ആണ് ആയത്. എല്ലാത്തിനും സെപ്പറേറ്റ് എമൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പം ഇൻ ടോട്ടൽ എനിക്കൊരു അപ്രോക്സ് 1 lakhൻ്റെ എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള വീഡിയോ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ് ചാനൽ. And that's all. Thank you so much. Have a good day. Bye-bye.